കോട്ടയം പുതുപ്പള്ളി റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ കവർച്ചയിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ തീരുമാനമായി. കവർച്ചയ്ക്ക് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. നിരവധി പേരെ ഇതിനോടകം പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. 73 പവൻ സ്വർണമാണ് 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നും മോഷണം പോയത്. കവർച്ച നടന്ന വീടുകളിൽ ആളുണ്ടായിരുന്നില്ല. മറ്റു 3 മോഷണ ശ്രമവും നടന്നിരുന്നു. ജോസി ബാബു ചേരുന്നു. ജോസി, അന്വേഷണം എങ്ങനെ വ്യാപിപ്പിക്കാം എന്നാണ് കരുതുന്നത്? ഇതുവരെ ഉള്ള ചോദ്യം ചെയ്യലിൽ അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്തലുകളുണ്ട്? ധന്യ, ക്വാർട്ടേഴ്സിലെ താമസക്കാരെ അടക്കം പലരെയും പോലീസ് ചോദ്യം ചെയ്തു. ഇപ്പോൾ പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംഘം എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. 2 ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമയത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ സമീപ പ്രദേശങ്ങളിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുന്നതും ഈ ക്വാർട്ടേഴ്സ് പരിസരത്തേക്ക് എത്തുന്നതുമായുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. സമാനമായ രീതിയിൽ തൃശ്ശൂരും റബ്ബർ ബോർഡിന്റെ ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടന്നിരുന്നു. അത് തൃശ്ശൂർ പോലീസ് അന്വേഷിക്കുകയാണ്. ആ പോലീസ് ടീമും ഇപ്പോൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 15-അംഗ പ്രത്യേക സംഘത്തെയാണ് കോട്ടയം പുതുപ്പള്ളിയിലെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ക്വാർട്ടേഴ്സിൽ നടന്ന മോഷണത്തിന്റെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 73 പവൻ സ്വർണമാണ് ഈ ക്വാർട്ടേഴ്സുകളിൽ നിന്നും നഷ്ടമായിരിക്കുന്നത്. 2 ക്വാർട്ടേഴ്സുകളിലാണ് മോഷണം നടന്നത്. ആ ക്വാർട്ടേഴ്സുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. മറ്റ് 3 ക്വാർട്ടേഴ്സുകളിലും മോഷണ ശ്രമം നടന്നു. 90 ഏക്കർ വിസ്തൃതിയുള്ള അതീവ സുരക്ഷാ സെക്യൂരിറ്റി ജീവനക്കാരുള്ള സ്ഥലത്താണ് ഈ മോഷണം നടന്നതെന്നാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. എന്തായാലും ഇത് സംബന്ധിച്ച് ചില നിർണായക ലീഡുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതിലേക്കുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് ഉടൻ കടന്നേക്കുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരടക്കമുള്ള ശാസ്ത്രീയ പരിശോധനാ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. എന്തായാലും ഈ സംഭവമായും പൂർണ്ണമായും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് റബ്ബർ ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ധന്യ.